ഫാമിനകത്തെ പണിയ, കുറിച്യ, കരിമ്പാല വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തൊഴിൽ നൽകാനായി 2 വർഷം മുൻപാണ് നീര ഉൽപാദന പദ്ധതി ആറളത്ത് നാളികേര വികസന കോർപ്പറേഷൻ ആരംഭിച്ചത്. ഇതിനായി തിരഞ്ഞെടുത്ത 60 പേർക്ക് ട്രൈബൽ ഡെവലപ്മെന്റ് മിഷൻ 3 ഘട്ടങ്ങളിലായി നീര ടാപ്പിംഗിൽ പരിശീലനവും നൽകിയിരുന്നു. ഇവരിൽ നിന്നും 30 തൊഴിലാളികളെ മാസശമ്പള വ്യവസ്ഥയിൽ ഫാമിൽ കോർപ്പറേഷൻ നിയമിച്ചു. നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്ന നീര ഉൽപാദനം കഴിഞ്ഞ സെപ്റ്റംബർ 9 നിർത്തിവെക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. 2 മാസമാകാറായിട്ടും പദ്ധതി പുനരാരംഭിക്കാത്തതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. ഈ ഓണത്തിന് ഞങ്ങൾക്ക് ഒരു 4-5 ദിവസം നിങ്ങൾ നിർത്തണം. അത് നിർത്തിക്കഴിഞ്ഞ് അടുത്ത് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പണിയില്ലാത്തൊരവസ്ഥയിലാണ്. ഈ ഓണം കഴിഞ്ഞിട്ട് ഇതുവരെ പിടിച്ചിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ഒരു പണിയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഉൽപാദനം നിലച്ചതോടെ പദ്ധതിക്കായി വാങ്ങിയ ഉപകരണങ്ങളും ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഫാമിലെ പഴയ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലൊരുക്കിയ താൽക്കാലിക സംഭരണശാലയും അടച്ചുപൂട്ടി. ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് നീര ടാപ്പിങ്ങിനെത്തിയവരാണ് തൊഴിലാളികളിൽ പലരും. 15,000 രൂപ മാസശമ്പളം പറ്റിയിരുന്ന തൊഴിലാളികൾ പദ്ധതി നിലച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ്. നമുക്കിപ്പോൾ ജീവിതമാർഗം തന്നെ വഴിമുട്ടിയിട്ടല്ല, ജീവിക്കാൻ തന്നെ മാർഗമില്ല. അങ്ങനെ അവർ എല്ലാവരും തന്നെ ഇപ്പോൾ ഓരോരുത്തരും ആത്മഹത്യ പക്കത്തിലല്ലേ, അല്ല കുടുംബമൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട പക്കത്തിലേക്കാണ്. 300 തെങ്ങുകളിൽ നിന്നായി പ്രതിദിനം 500 ലിറ്ററോളം നീരയാണ് ആറളത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇത് മുഴുവൻ വിറ്റുപോയിരുന്നതായാണ് തൊഴിലാളികൾ പറയുന്നത്. നീര ഉപയോഗിച്ചുള്ള ശർക്കരയുടെ ഉൽപ്പാദനവും തുടങ്ങിയതോടെ സാമ്പത്തിക നേട്ടം മെച്ചപ്പെട്ടു. പദ്ധതി ഫലപ്രദമായി നടപ്പാക്കിയിരുന്നെങ്കിൽ 500ഓളം തൊഴിലാളികൾക്ക് സ്ഥിരം തൊഴിൽ നൽകുന്നതിനുള്ള സൗകര്യം ഫാമിനകത്തുണ്ട്. പുതിയ സർക്കാർ വന്ന ശേഷവും പദ്ധതി പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ നടപടി വൈകുന്ന സാഹചര്യത്തിൽ സമരത്തിനിറങ്ങാനാണ് AITUCയുടെ തീരുമാനം. നീരയ്ക്ക് മാർക്കറ്റിൽ വൻ ഡിമാൻഡ് നിലനിൽക്കുമ്പോഴാണ് ഇതിന്റെ ഉൽപ്പാദനത്തിനായി സർക്കാർ ഏജൻസി നിയോഗിച്ച തൊഴിലാളികളുടെ ഈ ദുരിതം. വൻ ഡിമാൻഡുകൾ നൽകി തൊഴിലാളികളെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ച അധികൃതർക്ക് ഇവരുടെ പരിവേദനങ്ങൾ കേൾക്കാൻ ബാധ്യതയുണ്ട്. ആറളത്തു നിന്നും ക്യാമറാമാൻ പ്രതീഷ് വെളിക്കലിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്.